അങ്ങയുടെ ജനകീയ യാത്ര നടക്കാൻ പോകുന്നത് ഈ വരുന്ന സെഷനിലും താങ്കൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കും. ഇതിന് UDF-ന്റെ പൂർണ്ണ പിന്തുണ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അല്ല, നമുക്ക് UDF-ന്റെ പിന്തുണ എന്ന് മാത്രമല്ല, ഇതിൽ പൊതുവായിട്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് പൊതുവായിട്ടുള്ള എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരി, സ്വാഭാവികമായിട്ടും UDF പ്രവർത്തകർക്കോ ലീഡർഷിപ്പിനോ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. മനസ്സിലായി. ഈ വിഷയത്തിൽ UDF-ലെ നേതാക്കളുമായിട്ട് നേരത്തെ താങ്കൾ ചർച്ച നടത്തിയിരുന്നു ശ്രീ PV അൻവർ? അല്ല, ഇതിൽ ഏറ്റവും വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഈ പറയുന്ന ഭേദഗതി മൂടി വെച്ചുകൊണ്ട് പബ്ലിക് ഇത് അറിയാതെ മെല്ലെ അസംബ്ലിയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ആണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ, അത് മാത്രമല്ല വാട്ടർ കോഴ്സുമായി ബന്ധപ്പെട്ട വേറെ വിഷയങ്ങളുണ്ട്, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് വരാം. അത് മനസ്സിലായി. നിർദ്ദിഷ്ട വനനിയമ ഭേദഗതിക്കെതിരെ താങ്കൾ നടത്തുന്ന ഈ നീക്കത്തിന് UDF-ന്റെ പിന്തുണയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാര്യം അതിൽ പങ്കെടുക്കാൻ പോകുന്നത് DCC പ്രസിഡന്റ് പ്രവീൺ പങ്കെടുക്കുന്നുണ്ട്, IC ബാലകൃഷ്ണൻ MLA പങ്കെടുക്കുന്നുണ്ട്, ET മുഹമ്മദ് ബഷീർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണ ഈ ജനകീയ യാത്രയിൽ താങ്കൾ നേടിക്കഴിഞ്ഞു. അല്ല, തീർച്ചയായിട്ടും. അതുമാത്രമല്ല, അല്ലാത്തവിടുത്തെ കർഷക സംഘടനകളുണ്ട്, എല്ലാ തിരുമേനിമാരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ ബിഷപ്പ് ഹൗസിൻ്റെയും പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് മലയോര മേഖലയിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന എന്താ പറയുക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് വ്യക്തമാണ്. ഇനി ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ. അതായത് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. അങ്ങ് ഈ യാത്രയുമായി ബന്ധപ്പെട്ടും അതല്ലാതെയോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായിട്ട് ഡൽഹിയിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു? മുതിർന്ന നേതാക്കളുമായിട്ട് ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ കേരള ഹൗസിലാണ് താമസിച്ചിരുന്നത്. അവിടെ തന്നെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടാവുക, ഇൻക്ലൂഡിങ് നമ്മുടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ താങ്കളുടെ ഈ നീക്കത്തിനുണ്ട്? അല്ല, അവരുടെ പിന്തുണ എന്നല്ല അർത്ഥം. ഞാൻ ഉയർത്തിയ വിശേഷം ഒന്ന് എന്തായിരുന്നു, പിണറായിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവിടെ സംസ്ഥാനത്തിൽ നടക്കുന്ന ചില അഴിമതികളെക്കുറിച്ചുള്ള വിഷയങ്ങൾ. ഈ വിഷയത്തിൽ അവരുടെ ധാർമ്മിക പിന്തുണ അന്നും കേരളീയ സമൂഹത്തിന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ പിന്തുണയാണോ എന്ന് ഞാൻ രാഷ്ട്രീയ പിന്തുണയല്ല അവരോട് ആവശ്യപ്പെട്ടത്. ഞാൻ അവരോട് ആവശ്യപ്പെട്ട ധാർമ്മിക പിന്തുണയാണ്. ഇങ്ങനൊരു വിഷയമുണ്ട്, ഇത് ഗവൺമെന്റ് മൂടി വെക്കുകയാണ്, ഇത് പുറത്തേക്ക് വരണം, ഇത് ജനങ്ങൾ സംസാരിക്കേണ്ട ഈ ഒളിച്ചുകളി വേണ്ടല്ലോ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം വേണ്ട ആവശ്യമില്ല. പാതിചാരിയ വാതിൽ UDF പൂർണ്ണമായിട്ടും തുറന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അതല്ല, താങ്കൾ ആ വാതിൽ തള്ളി തുറക്കുകയാണോ? അല്ല, ആ വാതിൽ ആദ്യമേ ചാരിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വാതിൽ ചാരിക്കിടക്കുകയാണ്, വാതിൽ അടച്ചു എന്നൊക്കെ പല വാർത്തകളും വന്നിരുന്നു. ഞാൻ ആ വാതിൽ പോയിട്ട് മുട്ടിയിട്ടില്ല, വാതിൽ അടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും UDF-ന്റെ വാതിലുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ്. അടഞ്ഞു കിടക്കാത്ത വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അന്ന് താങ്കൾ പിണറായിക്കെതിരെ വിമർശനം നടത്തുന്ന സമയത്തിലും ആ വാതിൽ പോലെ കിടക്കുന്ന അതേ നിലയിലാണ്. അടഞ്ഞിട്ടില്ല ആ വാതിൽ, അത് തുറന്നു തന്നെ കിടക്കുന്നു. തുറക്കാത്ത വാതിൽ മുട്ടേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ആ വാതിലിൽ നിന്ന് പുറത്തേക്ക് IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റും ET മുഹമ്മദ് ബഷീറും ഒക്കെ വന്ന് താങ്കളുടെ ജനകീയ യാത്രയിൽ പങ്കാളികളാവുകയാണ്. അല്ല, അവർ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരത്തിന് എനിക്കല്ല പിന്തുണ, ഈ വിഷയത്തിനാണ് പിന്തുണ. ആ നിലക്ക് തന്നെയാണ് അവരോട് ഇതിൽ സഹകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. അവരോട് ആവശ്യപ്പെട്ടതും ഞാൻ ധാർമ്മിക പിന്തുണയാണ്. ആ ധാർമ്മിക പിന്തുണ എന്ന നിലക്ക് തന്നെയാണ് എല്ലാവരും ഈ വിഷയത്തിൽ സഹകരിക്കുന്നത്. ഓക്കെ, അത് വ്യക്തമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDF നേതാക്കളിൽ ചിലർക്കെങ്കിലും PV അൻവറിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയം മാറി എന്ന് വേണമോ കരുതാൻ?